ഞാൻ ഓന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പോവാത്തേനും ഓനെ റിജക്ട് ചെയ്തേനും ആദ്യം ഓൺ ഇടയെന്ന് പറഞ്ഞു, പിന്നെ എന്നെ കൊല്ലുന്ന പറഞ്ഞു, പിന്നെ എന്നെ കുറെ തെറി വിളിച്ചു, എന്റെ അമ്മേനെ കുറെ തെറി വിളിച്ചു. ഇപ്പൊ പറയുന്നത് എന്റെ എന്തോ വീഡിയോ അവന്റെ കയ്യിലിട്ട്. അത് ഞാനിപ്പോ ഓൾറെഡി ഡൽഹിയിലാണുള്ളത്. അത് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രം നിങ്ങളെ കാണാൻ വേണ്ടി വന്ന് നക്കിയിട്ടില്ലേ? പൈസ താടി പോലെന്നാല് കൊറേ നക്കിയതല്ലേ എന്റെ പൈസനൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലായിട്ടുണ്ട്. ആ വല്ലവനും വല്ല മെസ്സേജ് അയച്ചും കൊണ്ടുവരാണ്, ഞാൻ ഡിപ്രഷനിലാണ്, ഞാൻ ഇങ്ങനെ തീരാനുള്ള എക്സ്ട്രീം ലെവലിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ സഹതാപം തോന്നി അവന്റെ അടുത്ത് വണ്ടിയും കൂടും കുടുക്ക എടുത്തോണ്ട് കണ്ട് ആശ്വസിപ്പിക്കാൻ പോകരുത്. അത് പ്രത്യേകിച്ച് പോകരുത്. പെൺപിള്ളേര് ഈ യുവമാർക്ക് ഡിപ്രഷൻ വരുമ്പം യുവമാർ എന്തുകൊണ്ട് യുവമാരുടെ സുഹൃത്തുക്കളെ വിളിച്ച് സങ്കടം പറയുന്നില്ല? വല്ലടവും കിടക്കുന്ന ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും പെണ്ണിന് മെസ്സേജ് അയച്ചിട്ട് ഡിപ്രഷന് മെറഡി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുക ആദ്യം. അതുകൊണ്ട് പെൺപിള്ളേരെടുത്ത് ഒരു പയ്യൻ റാൻഡമായിട്ട് ഒരു രീതിയിലും അറിവില്ലാത്ത മെസ്സേജ് അയച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് നിൽക്കുന്നത് നല്ലതാ. ആശ്വസിപ്പിക്കാൻ കൂടും കൊടുക്കുകയും കെട്ടിയെടുത്തോണ്ട് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. ഞാൻ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട്, ഉള്ള കാര്യം പറയാൻ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. ഇവളെന്തിന് അവന് മെസ്സേജ് അയക്കാൻ പോയി? ഓ സബ്സ്ക്രൈബർ ആണ്, ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവൻ ഡിപ്രഷനിലാണെന്നൊക്കെ പറയുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു പയ്യൻ എന്ത് ഉദ്ദേശത്തിൽ വരുന്നു ഒരു പയ്യനായ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. ഞാൻ വൃന്ദയുടെ അക്കൗണ്ട് കൊടുക്കാം. ഇമ്പൾസീവ് ട്രാവൽ ബ്ലോഗറാണ് വൃന്ദ. ഈ വൃന്ദ എന്ന് പറയുന്ന കുട്ടി ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുത്തൻ അവർക്ക് മെസ്സേജ് അയക്കുന്നു, മെസ്സേജ് അയച്ചിട്ട് അവന് ഡിപ്രഷൻ ആണെന്ന് പറയുന്നു, അവൻ ട്വീറ്റ് മുന്നിൽ നിൽക്കുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ കണ്ട് സഹതാപവും മനസ്സിലും ഒക്കെ ആയിട്ട് വൃന്ദ സഹായിക്കാനായിട്ടും അവനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും സംസാരിക്കാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു. അവസാനം ആകെ മൊത്തം ചടാ ഫടാ ഫടാ എന്നുള്ള രീതിയിലാകുന്നുണ്ട്. എന്തായാലും വൃന്ദ പറഞ്ഞാട്ടെ. 2 ദിവസം മുമ്പ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി. ഞാനത് ഐഡിയ ഒന്നും വെളിപ്പെടുത്തേണ്ട കരുതിയാണ്, കംപ്ലീറ്റ് സ്റ്റോറി പറയേണ്ട കരുതിയാണ്. പക്ഷെ ത്രെട്ടനിങ് ഒക്കെ ഇപ്പോഴും, ഭീഷണിപ്പെടുത്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിനി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആ ലെവലിക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന എന്റെ സ്റ്റോറീസ് എല്ലാവരും ഒന്ന് കറക്റ്റ് കേൾക്കുക, ഒന്ന് കാണുക പ്ലീസ്. ഓക്കെ, എല്ലാ സ്റ്റോറിയും കാണാം, എല്ലാ സ്റ്റോറിയും കേൾക്കാം. പക്ഷെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ 100% വൃന്ദയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയൊന്നും ഇറങ്ങി തിരിക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കി ആ ഒരു രീതിയിൽ പോവാ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ്. ഇവിടെ പെണ്ണ് ആണ് വ്യത്യാസമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയൂല. എന്തൊക്കെ തേങ്ങ പറഞ്ഞാലും ഇവിടെ പെൺപിള്ളേര് സേഫ് അല്ല. പ്രത്യേകിച്ച് ആൺപിള്ളേർ ഒരു ഈ കാലത്ത് സേഫ് അല്ല. ആ കൂട്ടത്തിൽ പെൺപിള്ളേർ ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെയൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുക. ഇനിയിപ്പം കൺമുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സഹായിക്കുക കൺമുന്നിൽ. അല്ലാണ്ട് യാവനെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ച് അവന്റെ ഡിപ്രഷൻ ആശ്വാസം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യാവൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ അവന്റെ ഡിപ്രഷൻ, അവന്റെ സങ്കടവും സഹതാപവും അവന്റെ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടും കുടുക്കെടുത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്റെ മോളെ നിനക്കൊക്കെ നല്ല പണി കിട്ടും. ഇവന് ഈ ഡിപ്രഷൻ വന്നപ്പം എന്തുകൊണ്ട് പയ്യന്മാരെടുത്ത് അവൻ ഡിപ്രഷൻ തീർക്കാനായിട്ട് ആർക്കും മെസ്സേജ് അയച്ചില്ല? പെൺപിള്ളേരെ തന്നെ തെരഞ്ഞു പിടിച്ച് അവൻ മെസ്സേജ് അയച്ച്. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, ഇതൊക്കെ നിങ്ങളെ തന്നെ സ്വയം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. വല്ലതൊക്കെ സംഭവിച്ചിട്ട് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ ചേട്ടായി പറഞ്ഞു തരുന്നതാണ്. വല്ലതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇനി ബാക്കി പറഞ്ഞാട്ടെ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് സബ്മിറ്റ് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കാഠ്മണ്ഡു എത്തി. പ്രോപ്പർ തമേലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള 2 പേര്, അഫ്സലും റയീസും, അവരൊക്കെ നാട്ടിലേക്ക് പോയി. അങ്ങനെ അവരൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു മലയാളി, പേര് സുഹൈല്, കണ്ണൂരുള്ള സുഹൈല് ഡൽഹിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു. അതായത് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് അയച്ചു, കുറേ വോയിസ് മെസ്സേജുകൾ, കുറേ സാധാ ടെക്സ്റ്റ് മെസ്സേജുകൾ. ഞാൻ അടുത്ത സ്റ്റോറിയിൽ കാണിച്ചു തരാം. അപ്പൊ അതിൽ അവൻ പറഞ്ഞ കാര്യങ്ങള്, അവൻ ഭയങ്കര മോശമുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്, ഡിപ്പിൽ നിൽക്കുകയാണ്, സൂര്യ പോയിന്റിൽ നിൽക്കുകയാണ്, എന്റെ വീഡിയോസും സ്റ്റോറീസും ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ ജസ്റ്റ് വന്നൊന്ന് കണ്ടോട്ടെ, കണ്ടാൽ ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ട് ഞാൻ അവസാനം ഓക്കെ പറഞ്ഞു, ജസ്റ്റ് വന്നൊന്ന് കാണാൻ വേണ്ടി മാത്രം. നിനക്കെന്താ പെമ്പിള്ളാരെ കണ്ടാ മാത്രമേ നിനക്ക് നിന്റെ ഡിപ്രഷൻ മാറത്തുള്ളൂ? നമ്മളെയൊക്കെ ഒന്ന് കാണാടാ. കൊച്ചു കള്ളം സുഖയില് കണ്ണൂരുകാരൻ, കള്ള കൊച്ചു കള്ള, ഡൽഹിയിൽ ഇരുന്ന് കൊണ്ട് നിനക്ക് പെമ്പിള്ളാരെ കണ്ടാലേ നിന്റെ അസുഖം മാറത്തുള്ളൂ അല്ലേ? ഇതൊന്നാന്തരം അസുഖം. ഇതിന് നല്ല പേടയാണ് കിട്ടേണ്ട ഈ അസുഖത്തിന്. എന്റെ പൊന്നു കൊച്ചെ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നിനക്കൊക്കെ മനസ്സിലാക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലാണ്ട് ഇവനൊക്കെ വല്ലതും ഞാനൊന്നും പറയുന്നില്ല, കാണിച്ചാ പറിച്ചാന്ന് പറഞ്ഞും കൊണ്ട് പിന്നാലെ പോവാൻ നിൽക്കരുത്. സത്യം പറയല്ല, നീയൊക്കെ നിന്നെ സൂക്ഷിച്ചാൽ നിനക്കൊക്കെ സ്വയമേ രക്ഷപ്പെടാം.
ഇനി നിന്നെ ഒന്നും രക്ഷിക്കാൻ ആരുമില്ല. സത്യം. വല്ലതൊക്കെ സംഭവിച്ചതിന് ശേഷം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം സ്വയമേ സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സുഹൈലിന് പെമ്പിള്ളാരെ കണ്ട് ഡിപ്രഷൻ കഥ പറഞ്ഞാലേ ഡിപ്രഷൻ മാറത്തുള്ളൂ. സുഹൈലെണ്ണം കൊള്ളാം. സുഹൈലെണ്ണ പ്രൊഫൈലൊക്കെ ഇവിടെ നമ്മുടെ വൃന്ദ കൊച്ചി എന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോളോ ഒക്കെ അടിച്ചിട്ടുണ്ട്. അവര് ഫോളോ ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ സുഹൈലെണ്ണ ഇരുന്ന് കഴിയുകയാണല്ലോ. ഇവരെ അമ്മയൊക്കെ ഇപ്പൊ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ് ഈ വൃന്ദയുടെ. നല്ല അടിപൊളിയാണ്. സുഖയിലൊക്കെ സെറ്റ് സാധനമാണ്, സെറ്റ് ഐറ്റമാണ്. ഇവൻ വിചാരിച്ച വഴിക്ക് വളഞ്ഞെത്താത്തത് കൊണ്ട് അവനിപ്പോ വിളിച്ച് തീരെ അങ്ങോട്ട് പൂരെ തെറി വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് സുഖയിലെണ്ണം പോയിരിക്കുന്നത്. സുഖയിലെണ്ണന്റെ വോയിസ് കേൾക്കാം. ഞാനിപ്പോ ഓൾറെഡി ഡൽഹിയിലാണുള്ളത്. അത് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രം, നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രം ഞാൻ നേപ്പാളിലേക്ക് വന്ന് ഞാൻ അങ്ങനെ ഇവിടുന്ന് ഫ്ലൈ ചെയ്യും. ഞാൻ ടിക്കറ്റൊക്കെ നോക്കിയിരുന്നു. ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് അപ്പം കറക്റ്റ് എനിക്ക് ഒരു മറുപടി തരണം പ്രോപ്പറായിട്ട്, എങ്കിൽ മാത്രം. സത്യം പറഞ്ഞാൽ നേപ്പാളിലേക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. ബട്ട് പിന്നെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു 1 വീക്കായിട്ട് ഇങ്ങനെ കറങ്ങായിരുന്നു. ഡൽഹിയിലൊക്കെ ഒരുപാട് തവണ വന്നതാണ്. സോ അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ സ്റ്റോറി ഇങ്ങനെ കണ്ട് അങ്ങനെയാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അല്ല, അത് പ്രശ്നമില്ല. ഓൾമോസ്റ്റ് ക്ലൈം. എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ട് ഒരു പ്രതീക്ഷയും കിട്ടാതെ ഇറങ്ങി പോവാന്നൊക്കെ പറയുന്നത് ബാഡ് ഫോർ മീ. ഇയാളൊന്ന് ക്ഷമിക്കേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലടോ, ഞാൻ മൊത്തം മടുത്തിട്ട് വന്നതാണ്. സോ അതിനുമ്പ് ചെറിയൊരു ആഗ്രഹമായിരുന്നു നേപ്പാളിലൊന്ന് പോകണമെന്ന്. സോ ഇപ്പൊ ഡൽഹിയിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ വെറുതെ റൂം എടുത്ത് നിൽക്കുക. ഡെയിലി 1500 രൂപയും കൊടുത്തിട്ട് വെറുതെ ഇവിടെ നിൽക്കുക. സോ ഇപ്പൊ ശരി, ഇനി നെക്സ്റ്റ് ട്രിപ്പൊക്കെ അടിപൊളിയാവട്ടെ. ഓക്കെ, ഇനി പറഞ്ഞ അത് കുഴപ്പമില്ല. റിപ്ലൈ തരുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. സോ ഞാൻ മൊത്തം പൊട്ടി നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പ് ചെറിയൊരു ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തന്നെ കണ്ട് എൻ്റെ സ്റ്റോറീസും ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ. സോ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. ഇല്ലടാ, അത് വിട്ടെ, കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ കാര്യം ആലോചിക്കണ്ട. ഓക്കെ, ബേസിക്കലി ഞാനൊരു ട്രാവലറാണ്. ട്രാവലറല്ല, ട്രാവൽ ബ്ലോഗറാണ്. ട്രാവൽ അഡിക്റ്റാണ് എന്നൊക്കെ പറയുന്നത് പോലെ സുഖയിലും പറയുകയാണ്. ഞാൻ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. എന്തായാലും ഞാൻ കുഴപ്പമില്ലടാ, ഞാൻ പോകൊള്ളാം, ഞാൻ എന്തായാലും യാത്രയിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് സുഖയിലെന്ന്. അതിന്റെ ഇടയ്ക്ക് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, എന്നെ കാണാനായിട്ട് ഒരാൾ വന്നിട്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. എന്നാലും അവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് കോൺവെർസേഷൻ പോയിട്ടുള്ളത് മുന്നോട്ട്. അത് സുഖയിലെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവളുടെ ഉള്ളിൽ, വൃന്ദയുടെ ഉള്ളിൽ അവള് ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ സംസാരിച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. വല്ലവനും ഡിപ്രഷനിൽ ഇരിക്കുന്നതിന് ഇവൾ ആശ്വസിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൂക്ഷിക്കുക. ഈ കാലത്ത് നിങ്ങൾ വലിയ വലിയ ലോകം കണ്ട ആൾക്കാരായിരിക്കും, ഒരുപാട് യാത്ര ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരാണിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരാണിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരാൺ ഒരു പെണ്ണിന്റെ അടുത്ത് ഏത് രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് മെസ്സേജ് ചെയ്യുന്ന ഒരു മെസ്സേജ് കണ്ടാൽ എനിക്കറിയാൻ പറ്റും. ബിക്കോസ് ബേസിക്കലി ഐ ആം എ മാൻ. അതുകൊണ്ട് നമുക്കിതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. എന്റെ പൊന്ന് വൃന്ദേ, നിന്നെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും. വല്ലവരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവനെ കാണാൻ പോകാൻ നിൽക്കരുത്. ഇവനിപ്പോ ഒരു ബേസിക്കലി ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അവൻ ദുഃഖത്തിലിരിക്കുകയാണ്. ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ട്രാക്ക് പിടിച്ചിട്ടാണ് തന്നോട് മുട്ടാൻ നോക്കുന്നത്. മെസ്സേജ് ചെയ്യണ്ടാ തന്നെ ആർക്കായാലും അറിയാം. എന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, വല്ലതൊക്കെ സംഭവിച്ചിട്ട് അവസാനം അവൻ കത്തിയൊക്കെ എടുത്ത് അടിക്കരുത്. അപ്പൊ അതൊക്കെയാണ് കോടി. നമുക്ക് അതിലോട്ട് വരാം. വൃന്ദ പറഞ്ഞാട്ടെ. വളരെ വ്യക്തമായിരിക്കും. അയാൾ സൂയിഡ് അറ്റംപ്റ്റ് പറഞ്ഞതുകൊണ്ടും അയാളുടെ കണ്ടീഷൻ മോശം അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അവസാനം ഞാനൊരു ഓക്കെ പറഞ്ഞത് വന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, നിങ്ങളോട് ചോദിക്കും എന്തിനാ ഇവരൊക്കെ എടുത്തലയെ വെച്ചേ, അതേപോലെ ഇവരെങ്ങനെ നിന്റെ ലൈഫിലേക്ക് വന്നേ, ഇങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും വരും. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത്രയും കഥനക്കഥ പറഞ്ഞുകൊണ്ടും അവരെ സൗണ്ട് കേട്ടില്ലേ, അത്രയും സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടും ഈ സൈഡ് ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടും മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു ചാൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുത്തത്. ചിലപ്പോ എന്റെ ഫാൻ ബോയ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയിലായിരിക്കും വൃന്ദ ഒരു അവസരം കൊടുത്തത്. പക്ഷെ അവനത് മുതലാക്കുകയായിരുന്നു എന്ന് വൃന്ദയ്ക്ക് കുറച്ച് സമയം കഴിയേണ്ടി വന്നു മനസ്സിലാക്കാൻ. പിന്നെ അവൻ നല്ലൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ പാവം പയ്യൻ എന്നേ തോന്നത്തുള്ളൂ. എന്തൊക്കെയോ അത് തന്നെയാണ് തോന്നിയത്, അത് തന്നെയാണ് അവർക്ക് പറ്റിയ തെറ്റ്. ഒരു പാവം പയ്യൻ, നീറ്റ് പയ്യൻ എന്നേ തോന്നത്തുള്ളൂ. പക്ഷെ ഇവന്റെ കയ്യിലിരിപ്പ് വളരെ വെടലായിരുന്നു എന്ന് പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വൃന്ദ പറഞ്ഞാട്ടെ.
എന്നിട്ട് ഇവൻ ഡൽഹിയിൽ നിന്ന് തമേലിക്ക് വന്നു. തമേലിൽ വന്ന് ഫസ്റ്റ് 2 ദിവസം ഭയങ്കര നോർമലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 3rd ഡേ എനിക്കൊരു പേഴ്സണൽ കോള്, രാത്രി ഒരു പേഴ്സണൽ കോള് വന്നിട്ട് ഞാൻ ആ കോൾ എടുത്ത് പോയി. ഒരു 1 hour നീണ്ടു നിന്ന കോള്. ആ 1 hour ഞാൻ അവനെ മൈൻഡ് ആക്കിയില്ല. അവൻ എന്നെ തപ്പി നടന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ട്രിഗറായി. വളരെ അഗ്രസീവായിട്ടും വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇപ്പം നീ റൂമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്തോ ഭയങ്കരമായൊരു എന്താ പറയുക, എന്തൊക്കെയോ കാണിക്കുക, ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ കാണിക്കുക. അപ്പോഴാണ് ഇയാൾ നോർമൽ അല്ല എന്ന് ഞാൻ ചെറുതായിട്ട് മനസ്സിലാക്കുന്നത്. എനിക്ക് പേടിയായി തുടങ്ങി. അപ്പൊ ഞാൻ റൂമിലേക്ക് വന്നില്ലെങ്കിൽ ഇവൻ ചാടി ചാവും, ഇവൻ കത്തി കൊണ്ട് മുറിക്കും. കത്തി പറഞ്ഞാൽ നിങ്ങളെ ഫോളോവേഴ്സിന് വേണ്ടി വാങ്ങിയ ഒരു കുക്കറി ഉണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് അത് വെച്ച് മുറിക്കും. പിന്നെന്താ, ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ, അതായത് എൻ്റെ ബാഗും നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ കത്തിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരേ സമയം ത്രട്ടനിങ്, ഭയങ്കര ചീത്തവിളി, ഇങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത്. അല്ല, ഇവിടെ വൃന്ദ ഇവനെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് പോയായിരുന്നു, അറിയാൻ പാടില്ല, പോയെന്നാണ് തോന്നുന്നത്. ഈ ഒരു സംസാരം കേട്ടിട്ട് പോയെന്ന് തോന്നുന്നു. രണ്ടുപേരും 2 റൂമിൽ താമസിച്ചെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് സംസാരം, അറിയത്തില്ല. മേ ബി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ, അങ്ങനെയൊന്നും പോയേണ്ട കാര്യമില്ല. വല്ലവനും വിളിക്കുന്നിടത്ത് പോകുന്നത് എൻ്റെ ഒരു ചോദ്യം. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഡിപ്രഷൻ കിടക്കണമെങ്കിൽ അവൻ ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോകണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വല്ല പെമ്പിള്ളാരെ വിളിച്ചിട്ട് അവൻ്റെ ഡിപ്രഷൻ ഉണ്ടാക്കലല്ല പരിപാടി. എന്തായാലും സുഖയിലെണ്ണ അണ്ണഞ്ഞിരിക്കും. ബാക്കി അണ്ണന്റെ ചാറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് വേണോ? ഇതിപ്പോ എടുത്ത് വന്നിട്ട് ഞാൻ ഇത് മൊത്തം ഞാൻ ഇത് എന്തെങ്കിലും ചെയ്യും. അത് നീ ആലോചിച്ചോ. നാളെ പോകുന്നില്ല തീരുമാനിച്ചില്ലേ? ഗുഡ് ബൈ. അപ്പൊ ഓക്കെ, ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. എന്നെ പേടിക്കുന്നു വേണ്ടോ, ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ, ബൈ 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 ബൈ. എന്റെ പൊന്നടാവേ, നീ 500 രൂപ മമ്പി കളിക്കണടാ. എന്തുവാടാ ഇത്? എന്റെ പൊന്നെ, കലാകാരൻ തന്നെടാ നീ, കലാവിരുത് തന്നെ. അങ്ങനെ എന്നെ പുലർച്ചെ 1 മണി 1:30 സമയത്ത് ത്രട്ടൻ ചെയ്ത് ഞാനിപ്പോൾ ചാവും, ഞാനിപ്പോൾ സാധനം കത്തിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഞാൻ റൂമിലേക്ക് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ കൂടെ നിൽക്കാനും യാത്ര ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ പോവാണ്, ഞാൻ പഴയ ഹോസ്റ്റലിൽ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധനങ്ങൾ എടുക്കാൻ നോക്കിയിട്ട് സാധനം എടുക്കാൻ സമ്മതിക്കുന്നില്ല. മൊത്തം ആകെ വിഷയമായിരുന്നു. എങ്ങനെയൊക്കെയോ ആണ്. ശരിക്കും അബ്നോർമലാണ്, സൈക്കോപതാണ്. ഞാൻ ആദ്യമായിട്ടൊരു സൈക്കോപത് എൻ്റെ മുന്നിൽ കാണുകയാണ്. കരഞ്ഞ് പണ്ടാരടങ്ങി അമ്മേനെ വിളിച്ച്, അമ്മ അവനെ കൺവിൻസ് ചെയ്തിട്ടാണ് അവൻ അന്ന് രാത്രി എന്നെ ആ റൂമിൽ നിന്ന് വിടുക മീൻസ് അവിടെ നിന്ന് പോകാൻ എന്നെ സമ്മതിച്ചത്. ആ ഹോൾ നൈറ്റ് ഞാൻ കരയായിരുന്നു. അതാണ് ആ ഹോൾ നൈറ്റ് സംഭവിച്ചത്. അവസാനം ഞാൻ ഗത്യന്തരമില്ലാതെ ഓനെന്താക്കി, ബ്ലോക്കാക്കി. എന്നാൽ അതോടുകൂടി തീരുന്നു കരുതി. എവിടെ തീരാൻ? എൻ്റെ അമ്മേനെ വിളിച്ച് ചീത്ത വിളിക്കുക, എന്നെ വിളിച്ച് ചീത്ത വിളിക്കുക, വേറെ നമ്പറിന് കുറേ നമ്പറുണ്ട്. ആള് വലിയ റിച്ചാ, കുറേ പൈസ ഉണ്ട് കയ്യിൽ, കായുണ്ട്. ആ കായുള്ള എൻ്റെ കയപ്പും നന്നായിട്ടുണ്ട്. എന്നിട്ട് ഓൻ്റെ ഇഷ്ടപ്രകാരം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കുറേ പൈസ ചിലവാക്കിയതിന് ആ ചിലവായ പൈസ ഇപ്പം ഞാൻ ഓനിക്ക് കൊടുക്കണം. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ പുതിയ കലാപരിപാടി. ഇങ്ങനെ വിളിക്കുക, മോളേന്ന് അതിൻ്റെ മോളെ അമ്മേൻ്റെ ഇതുവരെ കേൾക്കേണ്ടി വന്നു. അത്രയും ദയനീയ അവസ്ഥയിലായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഇടുന്നത്. എനിക്കിത് സഹിക്കാൻ വയ്യ. കാരണം എൻ്റെ അമ്മേനെ വിളിച്ച് വരെ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ നാളെ ഓരോരോ കഥകൾ പറഞ്ഞുണ്ടാക്കിയാൽ ഞാൻ കുടുങ്ങും. അപ്പൊ എനിക്കിതിപ്പോ പറയാതിരിക്കാൻ വേറെ നിവർത്തിയില്ല. ഞാനൊരു കാര്യം പറയാം, എന്റെ പൊന്നുമോളെ, ഇന്നത്തെ കാലത്ത് സ്വന്തം തന്തയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദിനം പ്രതി. ആ രീതിയിൽ എല്ലാ തന്തമാരും എല്ലാ സഹോദരങ്ങളും അങ്ങനെ ആണെന്നല്ല, എന്നാലും ഞാൻ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഈ സൊസൈറ്റിയിൽ ഒരു ബന്ധവുമില്ലാത്ത യാവനെയൊക്കെ വിളിക്കുമ്പോൾ അവൻ്റെ ഒക്കെ പോകുന്നത് വളരെ വളരെ റോങ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ടും കൈയും കാലും ഇട്ട് അടിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വല്ലവനെയൊക്കെ മെസ്സേജ് അയച്ച് വല്ല ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ നമ്മളെ കൂടുകയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ്റെ ഒക്കെ കൂടെ പോകാൻ നിൽക്കില്ല. അവനൊക്കെ തലയ്ക്ക് വയ്യ. അവൻ്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഉണ്ട് അവൻ എന്തോ ഒരു ലെവലാണെന്ന്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, ഇതെല്ലാ പെമ്പിള്ളാരുടെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ വീട്ടുകാരൊക്കെ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സേഫ്റ്റിയെ മുൻകൈയിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാണ്ട് വല്ലവനും ഇന്നലെ കണ്ടവൻ്റെയൊക്കെ കൂടെ പോയി താമസിച്ച് അവസാനം ഓരോ വള്ളി എരന്ന് വാങ്ങി തലയെ കൂടി വയ്ക്കരുത്. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അടുത്ത കാലം അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളൂല. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം തന്തയെ വരെ വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങനെ അല്ല. എന്നാലും ഞാൻ പറയുന്ന ഇടയ്ക്ക് ആ ഒരു കല്യാണിക്കുട്ടിയുടെ ഒക്കെ കേസ് നമ്മൾ കണ്ടില്ലേ, കൊച്ചപ്പനാണ് മറ്റേ പരിപാടി ചെയ്തത്. അങ്ങനത്തെ കേസ് വരെ
ഇന്നിവിടെ ഉണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങളൊക്കെ ഓരോ പയ്യന്മാർ യാവനെങ്കിലൊക്കെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അതിൽ സഹതാപം തോന്നി അവൻ്റെയൊക്കെ പിന്നാലെ പോയി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ നീയൊക്കെ വെള്ളം കുടിക്കേണ്ട അവസ്ഥയിൽ പോകും. ഇതിപ്പോൾ ചെറിയ ഡോസാണ് നിനക്ക് കിട്ടിയത്. നീ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് അവൻ നൈസായിട്ട് വലിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളിൽ പോയിട്ടായിരിക്കും അവസാനം നിൽക്കുന്നത്. ഇവനൊക്കെ എന്തെങ്കിലും നിന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിന്റെ വീട്ടുകാർക്ക് നഷ്ടം, നിനക്ക് നഷ്ടം. അത്രേ ഉള്ളൂ. ബാക്കി വന്ന് നക്കിയിട്ടില്ലേ പൈസ താടി പോലെന്നാല് കൊറേ നക്കിയതല്ലേ എന്റെ പൈസനൊക്കെ ഉണ്ട്. പൈസ താ, എന്നിട്ട് നീ ഡയലോഗ് അടിക്ക്. കൊറേ നക്കിയതല്ലേ പൈസ താ, കണക്കുണ്ട് എന്റെ കയ്യില്. ആ പൈസ താ, എന്നിട്ട് നീ വർത്താനം പറയും കേട്ടോ. നീ വാ, നിന്നെ ഞാൻ കാത്തിരിക്കാണ്. ഓക്കെ, നീ നിന്റെ ചെറിയൊരു വീഡിയോ ഉണ്ട് എന്റെ കയ്യില്, അത് വെച്ച് ഞാൻ ഒരു കളി കളിക്കാം കേട്ടോ. ഒരു ചിന്നൊരു വീഡിയോ ഇറക്ക്, അപ്പൊ അത് വെച്ച് ഞാൻ ഒരു കളി കളിക്കുന്നുണ്ട് കേട്ടാ. നീ ഇത് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്താലും എനിക്കൊരു കേട്ടാ. ഓക്കെ, നീ വൈറ്റ് ആക്ക്. എന്റെ പൈസ എന്നിട്ട് നീ സംസാരിക്കുന്ന നീ ബ്ലോക്ക് ചെയ്ത് എന്താടി പൈസ എന്നിട്ട് സംസാരിക്കുന്ന പൈസ. അല്ല, ഇവര് നേരിൽ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നേരത്തെ ആ ഒരു ക്ലിപ്പിലും ആ വൃന്ദ എന്ന് പറഞ്ഞ കുട്ടി പറയുന്നുണ്ട്, നേരിട്ട് അവന്റെ റൂമിൽ പോയി അവൻ ഡിപ്രഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്തിന് ഇവന്റെ ഡിപ്രഷൻ മാറ്റണമെങ്കിൽ അവൻ ആശുപത്രിയിൽ പോകണം. അല്ലാണ്ട് എനിക്ക് ഇതൊന്നും ഒരു കൺവിൻസിങ് ആയിട്ടേ തോന്നുന്നില്ല. എന്റെ പൊന്നുമോളെ, നിന്റെ ഭാഗത്ത് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്. വല്ല നാറുകളും വിളിച്ചെന്ന് കൂടും എടുത്തോണ്ട് പോകുന്നത് ഭയങ്കര മിസ്റ്റേക്കാണ് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ വിഷയമാണ്. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. കാണിച്ചു കൂട്ടുന്നതൊക്കെ മണ്ടത്തരങ്ങളുടെ പീക്ക്. ഞാൻ ഓന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പോവാത്തേനും ഓനെ റിജക്ട് ചെയ്തേനും ആദ്യം ഓൺ ഇടയെന്ന് പറഞ്ഞു, പിന്നെ എന്നെ കൊല്ലുന്നു പറഞ്ഞു, പിന്നെ എന്നെ കുറെ തെറി വിളിച്ചു, എന്റെ അമ്മേനെ കുറെ തെറി വിളിച്ചു. ഇപ്പൊ പറയുന്നു എന്റെ എന്തോ വീഡിയോ അവന്റെ കയ്യിലിട്ട് അത് 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നു പറയുന്നു. പിന്നെ പറയുന്നു അവന്റെ കുറെ പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്, ആ പൈസ തിരിച്ചു വേണം, അത് തിരിച്ചു താടി അത് പറയുന്നു. പിന്നെന്താ, പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇത് വലിയ പ്രശ്നമാക്കാതെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി അവനെ വിളിച്ചിട്ട് അവന്റെ ഉമ്മാനും ഉപ്പാനും തെറി വിളിച്ചു, അവന്റെ നേരം കുറെ ഭീഷണി മുതക്കി. എന്താ പറയാ, മൊത്തത്തിലൊരു അബ്നോർമൽ, ഒരു സൈക്കോ, ഒരു മെന്റൽ. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ എന്ത് റിവെഞ്ച് കേട്ട അതിന്റെ അടുത്ത് വരാൻ എനിക്കറിയില്ല. പക്ഷെ പറയാതിരിക്കാൻ പറയാൻ നിവർത്തില്ലാത്തോണ്ട് ഫുള്ള് പറയുന്നതാണ് ഇപ്പൊ. ഒറ്റ കാര്യം, ഈ പറയുന്ന വ്യക്തി ഇല്ലേ, കണ്ണൂര് തളിപ്പറമ്പിലെ സുഹേൽ എന്ന വ്യക്തി, ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവന്റെ വീട്ടുകാർ ഇവരെ അടുപ്പിക്കുന്നില്ല. ഉപ്പ, ഉമ്മ, പെങ്ങള് 1.5 കൊല്ലം മുൻപങ്ങാണ്ട് എന്തോ പ്രശ്നത്തിന്റെ പേരിൽ വീടിന്റെ ജനലൊക്കെ പൊട്ടിച്ച് പെങ്ങളൊക്കെ തല്ലി എന്തോ വിഷയമാക്കിയിട്ട് വന്നതാണ്. അപ്പോ ഇത് കാണുന്ന ആരെങ്കിലും കണ്ണൂര് തളിപ്പറമ്പിന്റെ അടുത്തുണ്ടെങ്കിൽ ഒന്നും ഇതിനെ പറ്റി അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണെങ്കിൽ, വല്ല ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണ്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ എനിക്ക് അവിടെ ഓടിപ്പോയി വിളിക്കാലോ അറ്റ്ലീസ്റ്റ്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യണം. എന്നെ പറഞ്ഞാൽ മതി, ഓരോ വള്ളി എടുത്ത് തലയിൽ വെക്കുന്ന എന്നെ തന്നെ പറഞ്ഞാൽ മതി. 100% തന്നെ പറയണം. കാരണം ഓരോ വള്ളി എടുത്ത് തലയിൽ വെക്കുമ്പോൾ ആലോചിക്കണം. വല്ലവനും മെസ്സേജ് അയച്ചിട്ട് ഡിപ്രഷനിലാണെന്ന് തോന്നി എന്റെ പൊന്നു മക്കളെ നീ ഒന്നും കൂടുമുടുക്കെടുത്തോണ്ട് സഹായിക്കാൻ പോണ്ട. അങ്ങനെ ഡിപ്രഷൻ ഉള്ളവന്മാരെ ആശുപത്രിയിലോട്ട് പറഞ്ഞു ചാറ്റ് ചെയ്തതേ വലിയ തെറ്റ്. ഇതിപ്പം മോളുടെ ഭാഗത്ത് മോള് മറ്റൊന്നും ഉദ്ദേശിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയാണെങ്കിൽ മോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യത്തില്ല, ചാറ്റ് എടുത്ത് വിടത്തില്ല. സഹതാപവും സ്നേഹവും കൊണ്ട് തോന്നി ചെയ്തതായിരിക്കാം. ഒരു ആള് കഷ്ടതയിൽ നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വരച്ചിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ അത് വള്ളിയായില്ലേ, അതാണ് പറയുന്നത്. അങ്ങനെ ഇനിയിപ്പം വല്ലവനും ഡിപ്രഷനിൽ ഇരിക്കുമ്പോൾ സഹായിക്കാൻ പോകണ്ട. പെമ്പിള്ളാരുടെ കാര്യമാണ് കേട്ടോ. പെമ്പിള്ളാർ പ്രത്യേകിച്ച് പോകണ്ട. കാലം ചെയ്യില്ലടേ, കാലം കലികാലം. ഇനി ലാസ്റ്റ് അപ്ഡേഷൻ കൊടുക്കാം. ഈ കൊച്ചിത്രയും സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ പറക്കിയിട്ട് എല്ലാം എക്സ്പോസ് ആക്കി അവന്റെ മോന്ത അടക്കം വിട്ടപ്പം അവന് കൊണ്ടങ്ങ് പൊള്ളി. കേട്ടു നോക്കാം. പൈസ എനിക്ക് അവളോട് ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അവള് ചെയ്ത് ഭയങ്കര ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഫോട്ടോ ഇതാക്കിയത് അവൻ്റെ നമ്പർ കൊടുത്തൊക്കെ വലിയ ഇതിലാണ്. എന്നെ അത്ര ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക, ഇത്ര നേരമായിട്ട് എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അവളോട് സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാനായിട്ടൊരു പ്രശ്നത്തിന് വരില്ല. ഓക്കെ, സ്റ്റോറി ഡിലീറ്റ്. എടാ സുഖയിലൂട്ടാ, ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴേ ഇജ്ജ് ആലോചിക്കണം. പിന്നെ ഇനി ഷാരി ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒന്നും പ്രശ്നത്തിന് വരില്ല എന്ന് പറഞ്ഞില്ല. നീ ഒന്നാം തരം ഫ്രോഡാ. ഞാൻ ഉള്ള കാര്യം പറയാം, നീ 1-ാം തരം ഫ്രോഡാ. ഒരു പെൺകുട്ടിയെ നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം. നീ ഭാവിക്ക് എന്തിന്, ഇപ്പൊ നിലവിലെ നീ ഒരു ശാപമാണ്. നീയൊക്കെ എത്ര പെമ്പിള്ളാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ആരെയും ഭീഷണിപ്പെടുത്തി പിടിച്ചു വാങ്ങേണ്ടതൊന്നും അല്ല സ്നേഹവും ഒന്നും. നീയൊക്കെ എത്ര കുട്ടികളെ ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ദയവ് ചെയ്തിട്ട് പോലീസുകാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവനെതിരെ നടപടി എടുക്കുക. ഈ കുട്ടി ഇത്രയും കാര്യമായിട്ട് ഇവനെതിരെ ഇത്രയും തെളിവ് സഹിതം ചാറ്റ് സഹിതം വന്ന്
പുറത്ത് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവനെതിരെ നടപടി എടുക്കാൻ പറ്റും. അതുപോലെ വൃന്ദയുടെ അടുത്ത് പറയാനുള്ള ഇവനെതിരെ കേസ് കൊടുക്കുക, കേസ് ഫയൽ ചെയ്യുക. എന്നെങ്കിലും നാട്ടിൽ ഇവൻ കാല് കുത്തുകയാണെങ്കിൽ ഇവനെ പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ തന്നെ കേസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിനക്ക് തന്നെ ഇതൊരു ഭീഷണിയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ള. പിന്നെ പെൺകുട്ടികൾക്ക് മൊത്തത്തിൽ പറയാനുള്ള, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അല്ലെങ്കിൽ പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.